Hey guys, welcome back to another vlog. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഹോണ്ട CBR 250R ആണ്. സോ ഇതൊരു 2019 മോഡലാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഹോണ്ട CBR 250R ആണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു 2019 മോഡലാണ്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. വണ്ടി ഒരു 31,000 സംതിങ് കിലോമീറ്റർ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ആൻഡ് ഇതൊരു യെല്ലോ കളറാണ്. CBR ഭയങ്കര റെയറായിട്ട് കാണുന്നൊരു കളറാണ്. ആ ടൈമിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. CBR നിർത്തിപ്പോയിട്ട് പിന്നെ റീലോഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു കളറാണ്. അതിലുള്ള ഒരു കളറായിരുന്നു യെല്ലോ. കമ്പനി കളറാണ്, റീപെയിൻ്റ് ഒന്നുമല്ല. ഈ വണ്ടി യെല്ലോ ഷെയ്ഡ് വളരെ കുറച്ച് മാത്രമേ നമ്മൾ റോഡിൽ കണ്ടിട്ടുള്ളൂ. ഞാൻ ഈ വണ്ടിയും പിന്നെ ഒരു 1-2 വണ്ടി ഇൻസ്റ്റാഗ്രാമിലും വേറെ ഒരു വണ്ടിയൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. 1-2 വണ്ടി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ യെല്ലോ. കുറച്ച് ദിവസമായിട്ട് CBRൻ്റെ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ഒരു 3 പേർക്ക് ഇപ്പോൾ CBR ഉണ്ട്. എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഒരു ബ്ലാക്ക് വണ്ടിയുണ്ട്, അത് നമ്മളിപ്പം റെപ്സോൾ അടിക്കാൻ വേണ്ടി കയറ്റിയേക്കാണ് വണ്ടി. അതിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇതും എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അങ്ങനെ 3 CBR നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ഒരു ട്രൈ കളറുണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്. ആ ബ്ലാക്ക് വണ്ടി നമ്മൾ ഇപ്പോൾ റെപ്സോൾ ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അത് ഇപ്പോൾ എന്തായാലും പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും. യെല്ലോ കളറായതുകൊണ്ട് തന്നെ വണ്ടി ഭയങ്കര റോഡ് പ്രസൻസ് ആണ് ഈ വണ്ടിക്ക്. പിന്നെ ഇതിലാവും വൈസറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 10R വരുന്ന ടൈപ്പ് മിറേഴ്സാണ് ഈ വണ്ടിയിൽ ഇട്ടേക്കുന്നത്. ഞാൻ എന്തായാലും നിർത്തിയിട്ട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് വെർഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് ഇറക്കിയപ്പോൾ ഉള്ള വണ്ടിയാണ്. ഇതിനകത്ത് മേജർ ചേഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഹെഡ് ലാംപ്സ് ആണ്. LED ഹെഡ് ലാംപ്സ് ആണ് ഈ വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. നേരത്തെ വരുന്ന വണ്ടിയിൽ ഹാലജൻ ഹെഡ് ലാംപ്സ് ആയിരുന്നു. ഇതിൽ അവർ കൊടുത്തേക്കുന്ന LED ഹെഡ് ലാംപ്സ് ആണ്. അത് ഈ വണ്ടിയുടെ ലുക്ക് ഭയങ്കരമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ പഴയ CBR ഉള്ളവരെല്ലാം ചെയ്യുന്നൊരു മോഡാണ്. ഈ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്ന ഹെഡ് ലാംപ്സ് അതിലോട്ട് കയറ്റുന്നുണ്ട്. സോ ഇത് ഭയങ്കര ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. വണ്ടിയുടെ ടോട്ടൽ ലുക്ക് തന്നെ ചേഞ്ച് ആവും വണ്ടിയുടെ ഹെഡ് ലാമ്പ് മാറി കഴിയുമ്പോൾ. പിന്നെ ഈ വണ്ടി ഇപ്പം ഞാൻ നിർത്തിയിട്ട് പ്രോപ്പറായിട്ട് കാണിച്ചു തരാം. ഇതിൽ ഈ വൈസറും മിററും ഈ എല്ലാം കൂടെ വരുന്നതുകൊണ്ട് ഈ കളറും എല്ലാം കൂടെ കണ്ട് വണ്ടി കാണാൻ ഓടിപ്പോകുന്നത് കാണാൻ നല്ല രസമാണ്, നല്ല ഭംഗിയാണ് വണ്ടി ഓടിപ്പോകുന്നതാണ്. മിക്കവാറും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് വണ്ടിയാണ് CBR. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കരിഷ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും മിക്കവാറും എല്ലാവരുടെയും വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫാൻ ബേസും, അതുപോലെ ഒരുപാട് പേർക്ക് എടുക്കാൻ ആഗ്രഹമുള്ളതും ഒരുപാട് പേർക്ക് ഓടിക്കാൻ ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് CBR. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു വണ്ടിയാണിതും. മറ്റെല്ലാ വണ്ടിയിലും ഞാൻ പറയാം, പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള വണ്ടികളാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ വണ്ടിയിലും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണെന്ന് പറയുന്നത്. ഇവൻ എല്ലാ വണ്ടിയും ഇഷ്ടമാണ്. എനിക്ക് എല്ലാ ബൈക്സും ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഓൺ ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള വണ്ടികളിൽ ഒരെണ്ണമാണ് ഇത്. കരിഷ്മ, അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട്. 220, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബൈക്സാണ്. എങ്ങനെയുണ്ട് സ്പോട്ട്? എങ്ങനെയുണ്ട് ഈ സ്പോട്ട്? ഞാൻ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള കരിങ്ങാലിപ്പുഞ്ച എന്ന് പറയുന്ന സ്പോട്ടാണിത്. സൺഡേ ആണ്. ഞാൻ വിചാരിച്ചു അത്യാവശ്യം തിരക്കാവുന്നു, പക്ഷേ തിരക്കായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ 3:45 ആയതേ ഉള്ളൂ. അപ്പം നമുക്ക് തിരക്കൊക്കെ ആവുന്നതിന് മുന്നേ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി CBR 250R. ഞാൻ നേരത്തെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ അഡീഷണൽ മോഡ്സ് ആയിട്ട് ചെയ്തേക്കുന്ന ഇതിനകത്ത് വൈസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 10R വരുന്ന ടൈപ്പ് ഒരു മിറർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തേക്കുന്നത്. പിന്നെ റെയറിലോട്ട് വരുവാണെങ്കിൽ ബാക്കിൽ വണ്ടിയുടെ ടെയിൽ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ KTM ഇൻഡിക്കേറ്റേഴ്സാണ് വണ്ടിയിൽ വെച്ചേക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ മിനിമൽ മോഡ്സ് മാത്രമേ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ വണ്ടിയുടെ ഈ കളറ് കുറച്ച് റെയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ CBRs അങ്ങനെ അധികം നമ്മൾ റോഡിൽ കാണാറില്ല. ഞാൻ തന്നെ ഈ വണ്ടിയും പിന്നെ ഒരു 1-2 വണ്ടിയൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് വണ്ടി ഭയങ്കര റെയറാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് റെഡ് CBR ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വണ്ടിയുടെ റെപ്സോൾ എഡീഷനും അടിപൊളിയാണ്. ഈ കളറും ഒരു സ്റ്റാൻഡ് അലോൺ പോലെ നിൽക്കുന്ന ഒരു കളറാണ്. അധികം ആർക്കും ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇങ്ങനെ റെയറായിട്ട് കീപ്പ് ചെയ്യാം. ഞാൻ വിട്ടുപോയി, ഈ വണ്ടി നോൺ ABS ആണ്. വണ്ടി ABSും നോൺ ABSും 2 വെർഷൻ വണ്ടിക്ക് വരുന്നുണ്ടായിരുന്നു. ഇതിൽ
നോൺ എ ബി എസ് വെർഷനിൽ ബൈബ്രയുടെ ബ്രേക്സ് ആണ്. എ ബി എസ് വെർഷനിൽ നിസിൻ്റെ കാലിപ്പേഴ്സ് ആണ് വന്നുകൊണ്ടിരുന്നത്. സസ്പെൻഷനെ പറ്റി പറയാനൊക്കെ ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് സസ്പെൻഷനാണ് ഈ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ. ടൂറിങ്ങിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സസ്പെൻഷനാണ് CBR വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിത് എത്ര ദൂരം വേണേലും ഈസി ആയിട്ടിരുന്ന് ടൂർ ചെയ്യാം. കിടിലൻ സസ്പെൻഷനാണ് വണ്ടിയിൽ വരുന്നത്. സീറ്റ്സിനെ പറ്റി പറയാനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡറും നല്ല വീതിയൊക്കെയുള്ള അടിപൊളി സീറ്റ്സാണ് വണ്ടിയിൽ വരുന്നത്. പില്യൻ സീറ്റ് ആണെങ്കിലും അടിപൊളി. ഈ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഫെയർഡ് ബൈക്സിൽ വരുന്ന ഏത് വണ്ടി എടുത്ത് നോക്കിയാലും നിങ്ങളിപ്പോൾ 3 ടണോ അല്ലെങ്കിൽ സിംഗിൾ സിലിണ്ടറിനകത്ത് ഏത് ബൈക്സ് ഫെയർഡ് ബൈക്സ് എടുത്താലും ഏറ്റവും ബെസ്റ്റ് പില്യൻ സീറ്റ് CBR ആണെന്ന് ഞാൻ പറയും. ഇതിന് മുന്നേ വന്നുകൊണ്ടിരുന്ന CBR ഹാലജൻ ബൾബ് ഹെഡ് ലാംപ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതൊരു LED ടൈപ്പ് ഹെഡ് ലാംപ്സ് ആണ്. ഈ ലൈറ്റ് കൊണ്ട് തന്നെ വണ്ടി അവർ BS4 റീലോഞ്ച് ചെയ്ത സമയത്ത് ഇവർ മെയിനായിട്ട് കൊടുത്തിരുന്ന ഒരു അപ്ഗ്രേഡ് ആയിരുന്നു LED ഹെഡ് ലാംപ്സ്. ഇത് ലുക്സ് മാത്രമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നസ്സും തരുന്ന ഒരു നല്ലൊരു ഹെഡ് ലാമ്പാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെട്ടം കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പം ഞാൻ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. നമുക്ക് വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് ഓടിച്ചിട്ട് ബാക്കി സംസാരിക്കാം. അത്യാവശ്യം നല്ല വെയിലുണ്ട്, അതുകൊണ്ട് കുറച്ച് നല്ല ഫോട്ടോസും നമുക്ക് കിട്ടി. ഞാൻ ലാസ്റ്റ് 220യുടെ വീഡിയോ ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് 220യുടെ വീഡിയോ കണ്ടാണ് ലാസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ ഇടയ്ക്കൊക്കെ അപ്പുറത്ത് വന്നിരിക്കാൻ ചില്ല് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. അപ്പുറത്ത് നമ്മൾ സ്ഥിരം വന്നിരിക്കുന്ന സ്പോട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വന്നത് വേറെ വഴിയാണ്, തിരിച്ച് പോകുമ്പോൾ അതുവഴി പോവാം. ഭയങ്കര റിഫൈൻഡാണ്. ഭയങ്കര റിഫൈൻഡ് എന്ന് പറഞ്ഞാൽ നല്ല റിഫൈൻഡായിട്ടുള്ളൊരു വണ്ടിയാണ് CBR. ഓഫ്കോഴ്സ് ഹോണ്ടയാണ് റിഫൈൻമെൻറ്റിന് പേര് കേട്ട ബ്രാൻഡാണ്. ഇവിടെയാണ് നമ്മൾ സാധാരണ വന്നിരിക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വഴി ഇങ്ങനെ നടന്നങ്ങ് ആ എൻഡിലൊക്കെ പോയിരിക്കാൻ പറ്റും. അവിടെയൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട് വൈകിട്ടൊക്കെ. ഇപ്പം സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും വണ്ടി, അല്ലെങ്കിൽ ഇത്രയും തിരക്കൊന്നുമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്കാവും. ഇപ്പം തന്നെ അത്യാവശ്യം ആളായി വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ എൻജിൻ സ്പെക്കിനെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ വണ്ടി ഒരു 250cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. വണ്ടിയുടെ മാക്സിമം പവർ 26 bhp 22.9 Nm ടോർക്കും ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വണ്ടി ഭയങ്കര റിഫൈൻഡാണ്. വണ്ടി ഓടിക്കാൻ ഭയങ്കര ലൈറ്റാണ്. വണ്ടിയുടെ ഗിയർ ബോക്സ് അടിപൊളിയാണ്. കിഡിലൻ ഗിയർ ബോക്സ് ആണ്. വണ്ടി ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയാലും ആ ഒരു ഫ്രഷ് ഫീൽ നമുക്ക് ആ ഗിയർ ബോക്സിൽ നിന്ന് കിട്ടും. വണ്ടി ഭയങ്കര ക്രിസ്പായിട്ടുള്ള ഗിയർ ബോക്സാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ 13 ലിറ്റേഴ്സാണ് വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. വണ്ടിയുടെ മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 28 to 35 km/ലിറ്ററിന് ഇടയ്ക്ക് വരും. അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഓടിക്കുന്നതനുസരിച്ച്. നമ്മളിപ്പോൾ ഒരു ടോപ്പ് ഗിയറിൽ ഒരു 70-80 ക്രൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം 30 ആ റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. പിന്നെ ഡിപ്പെൻസ് നമ്മൾ ഓടിക്കുന്ന കണ്ടീഷൻസ്, ഓടിക്കുന്ന ആൾക്കാരുടെ റൈഡിങ് സ്റ്റൈലൊക്കെ അനുസരിച്ചിരിക്കും. എന്തായാലും ഒരു 28 to 35 വണ്ടിക്ക് മൈലേജ് കിട്ടും. അതിന് എബവും കിട്ടുന്നതായിട്ടൊക്കെ ഞാൻ കുറച്ച് ടീം BSP പോലുള്ള ഫോറത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം മൈലേജ് ഇറ്റ് ഡിപ്പെൻസ്. എന്തായാലും 28 to 35 എന്തായാലും നമുക്ക് മൈലേജ് കിട്ടും. എനിക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്കാണിത്. ഇതിന് ഈ ഒരു മൈലേജ് അത്യാവശ്യം നല്ല മൈലേജാണ്, മോശമില്ലാത്ത മൈലേജാണ്. പിന്നെ വണ്ടിക്ക് 30 ലിറ്റേഴ്സ് ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഓൾറെഡി ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ പൊള്ളാച്ചി കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് CBR ഉണ്ടായിരുന്നു. ഈ വണ്ടിയായിരുന്നുള്ളത്. പിന്നെ എൻ്റെ RC390 ഉണ്ടായിരുന്നു. പിന്നെ ഒരു നിഞ്ച ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പമ്പിൽ കയറി അടിക്കേണ്ടി വന്നിട്ടുള്ള എൻ്റെ വണ്ടിക്കാണ്. ബിക്കോസ് ഓഫ് ദ ലോ ടാങ്ക് കപ്പാസിറ്റി. വണ്ടിക്ക് 9.5 ലിറ്റേഴ്സാണ് RCയിൽ ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുന്ന മാക്സിമം. നോൺ ABSും ABSും വരുന്നുണ്ടായിരുന്നു വണ്ടിക്ക്. നോൺ ABS ആണെങ്കിലും ബ്രേക്സ് അത്യാവശ്യം നല്ല ബ്രേക്സാണ് വണ്ടിയിൽ വരുന്നത്. ABSൻ്റെ സൂപ്പർ ബ്രേക്സാണ്. ഈ സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്സാണ് ABS മോഡലിൽ അവർ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങളിപ്പം സെക്കൻഡ് ഹാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ വണ്ടി മാക്സിമം ABS ഉള്ള വണ്ടി തന്നെ എടുക്കാൻ നോക്കുക. കാരണം വണ്ടിയുടെ ഈ ഒരു പെർഫോമൻസും വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വണ്ടിക്ക് ABS ഉള്ളതാണ് നല്ലത്. ABS ഇല്ലാത്ത വണ്ടി മോശമാണെന്നല്ല, കുറച്ചുകൂടെ ബെറ്റർ ABS ഉള്ള വണ്ടി ചൂസ് ചെയ്യുന്നതാണ്. വണ്ടി അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. അപ്പോൾ എന്തായാലും ABS അത്യാവശ്യമാണ് വണ്ടിക്ക്. 120-130 ഹൈവേസിൽ സിമ്പിളായിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റിയൊരു വണ്ടിയാണിത്.
അത്രയ്ക്കും കൺട്രോൾ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഭയങ്കര ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയോടാണ് ഇത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂ ടേണൊക്കെ അടിച്ച് കുത്തിത്തിരിച്ച് കൊണ്ടുപോകാൻ വണ്ടി, ഒരു സീനും ഇല്ല. ഒരു RR3 ടണൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടിലും ലൈറ്ററായിട്ട് ഫീൽ ചെയ്യുന്നൊരു വണ്ടിയാണിത്. ലോങ് റൈഡ്സിനാണെങ്കിലും ടൂറിങ്ങിനാണെങ്കിലും യാതൊരു സീനില്ലാത്ത പൊസിഷനാണ് വണ്ടിയുടെ. നിങ്ങൾക്ക് ഇപ്പം ബാക്ക് പെയിനോ റിസ്റ്റ് പെയിനോ അങ്ങനെ പെയിൻസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതുപോലുള്ള ഒരു പൊസിഷനാണ് വണ്ടിയിൽ വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് അഗ്രസീവായിട്ടൊക്കെ ഇരുന്ന് വേണമെങ്കിൽ വണ്ടി ഓടിക്കാം. പക്ഷേ വണ്ടിയുടെ ഡിഫോൾട്ടായിട്ടുള്ള പൊസിഷൻ അടിപൊളിയാണ്, ഒരു സീനും ഇല്ല. ലോങ് റൈഡ്സിനൊക്കെ പറ്റിയ പൊസിഷനാണ്. വണ്ടിയുടെ സസ്പെൻഷൻ ആണെങ്കിലും വണ്ടിയുടെ പവർ ഡെലിവറി ആണെങ്കിലും എല്ലാം കൊണ്ടും വണ്ടി ടൂറിങ്ങിന് പറ്റിയൊരു വണ്ടിയാണ്. ഒരുപാട് പേര് ഈ വണ്ടി എടുത്ത് ടൂർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നോക്കിയാലും അറിയാം. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണിതും. അതുപോലെ തന്നെ നല്ല ഒരു ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിയുടെ പാർട്സ് അവൈലബിലിറ്റി പറ്റിയൊക്കെ പറയാനാണെങ്കിൽ വണ്ടിയുടെ പാർട്സൊക്കെ കിട്ടാൻ കുറച്ച് ഡിലേ ഉണ്ട്. വണ്ടി എന്തായാലും ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പാർട്സ് കിട്ടാൻ. പക്ഷേ കിട്ടാണ്ടിരിക്കില്ല, എന്നാലും നിങ്ങൾക്ക് പാർട്സൊക്കെ കിട്ടും. എന്നാലും ചില സാധനങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മൾ തന്നെ ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു, വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി റെപ്സോൾ അടിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ റെപ്സോളിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള റെപ്സോളിൻ്റെ എഡിഷൻ്റെ സ്റ്റിക്കർ കിറ്റ് നമ്മൾ പലയിടത്തും തപ്പി എങ്ങും ഇരിപ്പില്ല. നമ്മൾ ഓർഡറൊക്കെ ഇട്ടാലും കിട്ടാൻ നല്ല താമസമുണ്ട്. പിന്നെ വണ്ടി ഇപ്പോൾ ഒരുപാട് നമുക്ക് OLX-ലൊക്കെ CBRs കാണാൻ പറ്റും. 150R കാണാം, 250R കാണാൻ പറ്റുന്നുണ്ട്. ചില വണ്ടിയൊക്കെ അത്യാവശ്യം കുറച്ച് ഓടിയ വണ്ടിയൊക്കെ ആണെങ്കിലും നീറ്റ്ലി മെയിൻറ്റെയിൻ ആയിട്ടുള്ള വണ്ടിയാണെങ്കിലും വണ്ടിയിട്ടുള്ള CBR ആണെങ്കിൽ എത്ര കിലോമീറ്റർ ആണെങ്കിലും വണ്ടി കിടന്ന് ഓടിക്കോളും. വണ്ടി ഹോണ്ടയാണ്, അതിൻ്റെ ആ ഒരു റിലയബിലിറ്റിയും ക്വാളിറ്റി എല്ലാം വണ്ടിക്കുണ്ട്. സോ ഗൈസ്, അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ CBRൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.